ദൈവത്തിലുള്ള യഥാർത്ഥ ജീവിതം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇന്നും നമ്മോട് സംസാരിക്കുന്ന ദൈവത്തിന്റെ വാക്കുകൾ ഇവിടെ നാം ശ്രവിക്കുന്നു. വരൂ, ദൈവത്തെ കൂടുതലായി അറിയുവാനും അവിടുന്നുമായി ഗാഠമായ ഒരു വ്യക്തിബന്ധത്തിലേക്ക് പ്രവേശിക്കുവാനും ഇതാ നിങ്ങളെ ക്ഷണിക്കുന്നു. എപ്പിസോഡ് 55. 2/12/1987. ഗരബന്താളിൽ നൽകപ്പെട്ട സന്ദേശം യഥാർത്ഥമാണ്. അത് പ്രചരിപ്പിക്കപ്പെടേണ്ടതും ആദരിക്കേണ്ടതുമാണ്. ഗരബന്താളിൽ സംഭവിച്ച വെളിപ്പെടുത്തലുകൾ വിശ്വാസ സത്യമാണെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെടണം. നിങ്ങളുടെ തെറ്റുകൾ ആവർത്തിക്കപ്പെടുന്നുണ്ടെന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ലേ? ഫാത്തിമയിൽ നൽകപ്പെട്ട സന്ദേശം സംബന്ധിച്ച് നിങ്ങൾ ചെയ്ത തെറ്റുകൾ നിങ്ങൾ ഇവിടെയും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലയോ സൃഷ്ടികളെ, നിങ്ങൾ എപ്പോഴാണ് എന്നിൽ വിശ്വസിക്കുന്നത്? എന്റെ ദൈവമേ, തീവ്രമായ ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങേ കേൾക്കുന്നതും അനുഭവിച്ചറിയുന്നതും ഭയാനകമാണ്. വസൂല, എന്നെ ആശ്വസിപ്പിക്കുക. ഓ എന്റെ കർത്താവേ, വരൂ, അങ്ങേ ആശ്വസിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഓരോ മനുഷ്യനും അങ്ങേ ആശ്വസിപ്പിക്കുവാൻ കഴിയേണ്ടതിന് അങ്ങയുടെ ഈ വലിയ ദുഃഖം അവർ അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു. അപ്പോൾ അനേകർ അങ്ങയെ ആശ്വസിപ്പിക്കുമല്ലോ. അവർ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ അവർ എന്നെ ആശ്വസിപ്പിക്കും. വരൂ, കർത്താവായ ഞാൻ കായേന്റെയും എന്റെ ആബേലിന്റെയും ഇടയിൽ നിൽക്കുമെന്ന് ഞാൻ നിന്നെ ഓർമ്മിപ്പിക്കുന്നു. സഹോദരന് പകരം ഇത്തവണ കായേൻ എന്റെ മുഖാമുഖം കാണും. സഹോദരനെ പ്രഹരിക്കുവാൻ ഇത്തവണ കായേൻ കൈകൾ ഉയർത്തിയാൽ അവൻ എന്നെ പ്രഹരിക്കേണ്ടി വരും. അവൻ വിവസ്ത്രനാക്കപ്പെടുകയും അവന്റെ ദൈവമായ എന്റെ മുന്നിൽ അവൻ തന്നെ തന്നെ നഗ്നനായി കാണുകയും ചെയ്യും. എന്റെ ആബേൽ, എന്റെ പ്രിയപ്പെട്ട ആബേൽ, നീ ഇത്തവണ ജീവിക്കും. നിന്റെ രക്തം ചിന്തപ്പെടുകയില്ല. എന്റെ ആബേലിന്റെ രക്തം ചിന്തപ്പെട്ട ഈ തോട്ടത്തെ എന്റെ സുഗന്ധത്താൽ ഞാൻ അലങ്കരിക്കും. വളരെ വലിയ സ്നേഹാർദ്രതയോടെയാണ് യേശു സംസാരിച്ചത്. ആർക്കും ഈ വിധത്തിൽ സംസാരിക്കുവാൻ സാധിക്കുകയില്ല. പുഷ്പമേ, വരൂ, എന്റെ സാന്നിധ്യത്തെ കുറിച്ച് ഞാൻ നിന്നെ ഓർമ്മിപ്പിക്കാം. ജാഗരൂകയായിരിക്കുക. 4/12/1987. യേശുവേ, ഞാനാണ്. മകളെ, എന്റെ വാക്കുകൾ വ്യക്തമാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവികമായ വെളിപ്പെടുത്തലുകളെയും പ്രത്യക്ഷപ്പെടലുകളെയും എതിർത്തവരെ കുറ്റപ്പെടുത്തരുത്. അവർ തങ്ങളുടെ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് പശ്ചാത്താപത്തോടെ എന്റെ അടുക്കലേക്ക് വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവരുടെ തെറ്റുകൾക്ക് മാപ്പ് കൊടുത്തുകൊണ്ട് ഞാൻ അവരോട് ക്ഷമിക്കും. മകളെ, തങ്ങളുടെ തെറ്റുകൾ സമ്മതിക്കുവാനുള്ള ഭയം നിമിത്തം ഇനിയും അനേകർ യേശുവായ ഞാനാണ് ഈ സന്ദേശങ്ങൾ നൽകുന്നതെന്ന് നിഷേധിക്കും. കുഞ്ഞെ, അതിനുള്ള കാരണം ഈ വെളിപ്പെടുത്തലുകൾ അവരുടെ വിജ്ഞാനത്തിന് ഗ്രഹിക്കുവാൻ കഴിയുന്നില്ല എന്നതാണ്. യേശുവിന്റെ പരസ്യ ജീവിതകാലത്ത് ദൈവപുത്രനായ ക്രിസ്തുവാണ് തങ്ങളുടെ ഇടയിലുള്ളതെന്ന് വിശ്വസിക്കാൻ വിസമ്മതിച്ച യേശുവിന്റെ ശത്രുക്കളെ പോലെ തന്നെ ഇക്കാലത്തും യേശു നൽകുന്ന ദർശനങ്ങളെയും വെളിപ്പെടുത്തലുകളെയും അവിശ്വസിക്കുകയും തള്ളിക്കളയുകയും ചെയ്യുന്നവരുണ്ട്. ഒരുപക്ഷെ അങ്ങയെ നിഷേധിക്കണമെന്ന് അവർ ഉദ്ദേശിക്കുന്നില്ലായിരിക്കാം. ഇത് അവരുടെ ഉപബോധ മനസ്സിൽ അവർ അംഗീകരിക്കുന്നുണ്ടാകും. അങ്ങയെ ബോധപൂർവം നിഷേധിക്കണമെന്ന് അവർ മിക്കവാറും ഉദ്ദേശിക്കുന്നില്ലായിരിക്കാം. അവർ അങ്ങയെ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ അവർ അങ്ങയെ സ്തുതിക്കുമായിരുന്നു. പക്ഷേ അവർ ഇക്കാര്യം ഗ്രഹിക്കുന്നില്ലെന്ന് മാത്രം. നിന്റെ ന്യായീകരണം എനിക്കിഷ്ടമാണ്. എന്തിനാണ് അവരുടെ തെറ്റുകളെ മറച്ചു പിടിക്കുന്നത്? കാരണം തങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് അവർ അറിയുന്നില്ല. അജ്ഞത മൂലം കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കാതെയാണ് അവർ അങ്ങയെ നിഷേധിക്കുന്നതെങ്കിൽ ഞാൻ നിന്നെ ശ്രദ്ധിക്കുകയാണ്. ഞാൻ അങ്ങയോട് ചോദിക്കട്ടെ, അങ്ങയുടെ പാപമോചനവും കരുണയും അവരുടെ മേൽ ഉണ്ടാകണമെന്ന് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു. കുഞ്ഞെ, എന്നാൽ അവർ നിനക്ക് സഹനങ്ങൾ നൽകുന്ന നിന്റെ പീഡകരായിരിക്കും. നിന്നെ ചാട്ടവാറ് കൊണ്ടടിക്കുന്നവർ അവരായിരിക്കും. അവർ അജ്ഞത നിമിത്തം കാര്യങ്ങൾ ഗ്രഹിക്കാതെയാണ് അങ്ങേക്കെതിരെ പ്രവർത്തിക്കുന്നതെങ്കിൽ അവർ അങ്ങയെ എതിർക്കണമെന്നുള്ള ഉദ്ദേശത്തോടെ അല്ലായിരിക്കും അങ്ങനെ പ്രവർത്തിക്കുന്നത്. തങ്ങൾ എന്താണ് പ്രവർത്തിക്കുന്നതെന്ന് അവർ അറിയുന്നില്ലെങ്കിൽ അവർ ബലഹീനരാണ്. അങ്ങയുടെ ദൈവിക സ്നേഹത്താൽ അങ്ങാണ് ഈ സന്ദേശങ്ങൾ നൽകുന്നതെന്ന് സത്യം മനസ്സിലാക്കുവാൻ അവരെ സഹായിക്കാമല്ലോ. എന്റെ ദൈവമേ, അങ്ങയുടെ ദൈവിക കരം
അവരെ പ്രഹരിക്കാതിരിക്കട്ടെ. കാരണം അവരെ പ്രഹരിച്ചാൽ അനേകം നിഷ്കളങ്കരായ മനുഷ്യരും ശിക്ഷിക്കപ്പെട്ടേക്കാം. വസൂല, എന്റെ സൃഷ്ടികൾ അധപ്പതിച്ചിരിക്കുന്നു. വലിയ പരിഹാര പ്രവൃത്തികൾ ചെയ്യേണ്ടിയിരിക്കുന്നു. തങ്ങൾ എവിടേക്കാണ് കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് എന്റെ സൃഷ്ടികൾ തിരിച്ചറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ പുരോഹിതന്മാർ എന്നിൽ നിന്ന് കൃപകൾ സ്വീകരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവർ എന്റെ കുഞ്ഞാടുകൾക്ക് സ്നേഹവും അറിവും പകർന്നു നൽകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ എന്റെ സൃഷ്ടികൾ സമ്പൂർണ്ണ അന്ധകാരത്തിലാണ്. അതേ കർത്താവെ, അസാധാരണമായ രീതിയിൽ അങ്ങ് എനിക്ക് സന്ദേശങ്ങൾ നൽകുന്നത് അവർക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ സഭയിലെ അധികാരികൾക്ക് അങ്ങ് ബോധജ്ഞാനം നൽകി അവരെ പ്രകാശിപ്പിക്കണമേ. കർത്താവെ, അവരുടെ കണ്ണുകളും കാതുകളും തുറക്കണമേ. പണ്ഡിതന്മാർക്കല്ല, നേരെ മറിച്ച് ശിശുക്കൾക്ക് മാത്രമേ ഞാൻ ജ്ഞാനം നൽകുകയുള്ളൂ. കർത്താവെ, അങ്ങനെയാകുമ്പോൾ അവർ രക്ഷിക്കപ്പെടുവാനുള്ള അവസരം വളരെ വിരളമാണ്. അപ്പോൾ അവർ നശിച്ചു പോകുമല്ലോ. ശിശുക്കളെ പോലെ അവർ എന്റെ അടുക്കൽ വരുന്നില്ലെങ്കിൽ അവർ നാശമടയും. വസൂല, സഹിക്കുവാനുള്ള നിന്റെ സഹനശേഷിയെ ഞാൻ വർദ്ധിപ്പിക്കും. എന്തെന്നാൽ ചമ്മട്ടി കൊണ്ട് അടിക്കപ്പെടുന്നത് പോലെ നീ പ്രഹരിക്കപ്പെടും. എന്നെ വെറുതെ വിടൂ, എന്റെ പ്രവൃത്തികളിൽ ഇടപെടരുത്. കർത്താവെ, അങ്ങ് അവരോട് ക്ഷമിക്കാമോ? അവരുടെ ബലഹീനതകൾ പരിഗണിക്കാതിരിക്കാമോ? ഞാൻ വീണ്ടും ഇടപെടുവാൻ ധൈര്യപ്പെട്ടു. കുഞ്ഞെ, അവർ നിന്നെ ഉപദ്രവിക്കുന്നത് ഞാൻ കണ്ടു നിൽക്കുകയില്ല. കർത്താവെ, അങ്ങയോട് എന്തു പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാം. എന്നാൽ അവരുടെ ബലഹീനതകളെ പരിഗണിക്കരുതെന്ന് എനിക്ക് അങ്ങയോട് അപേക്ഷിക്കാമോ? പുഷ്പമേ, നിന്നെ അവർ ചവിട്ടി മെതിക്കുന്നത് കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവർ നിന്നെ ഞെരിച്ചു കളയുവാൻ ഞാൻ അനുവദിക്കുകയുമില്ല. കർത്താവെ, അവരെ പ്രഹരിക്കരുതേ, അവരെ പഠിപ്പിച്ചാൽ മതി. എങ്കിൽ അവരുടെ ചെവികൾ തുറന്ന് എന്നെ ശ്രമിക്കുവാൻ അവർ തയ്യാറാകണം. വസൂല, എന്താണ് നിന്നെ കാത്തിരിക്കുന്നതെന്ന് നിനക്കറിയാമോ? നീ എന്റെ കുരിശ് ദർശിച്ചിട്ടുണ്ട്. നിനക്കുണ്ടാകുന്ന പരീക്ഷണങ്ങൾ കഠിനമാണെങ്കിലും ഞാൻ ഒരിക്കലും നിന്നെ വിട്ടുപിരിയുകയില്ല. ഇതാ എന്റെ അടുക്കൽ നിന്റെ പരിശുദ്ധ മാതാവുണ്ട്. മാതാവിന്റെ വാക്കുകൾ ശ്രവിക്കുക. പ്രിയപ്പെട്ട മകളെ, ഗർഭന്താളിലെ വെളിപ്പെടുത്തലുകളെ ദൈവിക സന്ദേശങ്ങളായി വിശ്വസിക്കണം. എന്റെ സന്ദേശം നൽകിക്കൊണ്ട് ഞാൻ ഗർഭന്താളിൽ പ്രത്യക്ഷപ്പെട്ടു. എന്റെ സന്ദേശം വേണ്ട രീതിയിൽ പ്രഘോഷിക്കപ്പെട്ടിട്ടില്ല. എനിക്കും യേശുവിനും തങ്ങളുടെ ഹൃദയത്തിൽ ഒരു സ്ഥാനം നിരസിച്ചുകൊണ്ട് എന്റെ പുരോഹിതന്മാർ എന്റെ പ്രത്യക്ഷപ്പെടലുകളെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. എന്നാൽ ഞാൻ എന്റെ പ്രിയപ്പെട്ട മക്കളെ മറന്നിട്ടില്ല. അവർ സംശയിക്കുകയും ആശയക്കുഴപ്പത്തിലാവുകയും എന്റെ പ്രത്യക്ഷപ്പെടലുകളെ നിഷേധിക്കുകയും ചെയ്ത അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം ഒരു സാദൃശ്യമായി ഉദാഹരണമായി നൽകപ്പെട്ടതാണ്. സഭയിൽ ഇന്ന് എത്രമാത്രം ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ടെന്ന് മനുഷ്യമക്കളെ കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണിതെല്ലാം. ഗർഭന്താളിലെ എന്റെ പ്രത്യക്ഷപ്പെടലുകളെ ഞാൻ സ്ഥിരീകരിക്കുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ്. സമയം പറന്നകലുന്നു. വേണ്ട പോലെ എന്റെ സന്ദേശം പ്രഘോഷിക്കപ്പെട്ടിട്ടില്ല. എന്റെ പരിശുദ്ധിയെ ആദരിക്കുന്നുമില്ല. എന്റെ ദൈവമേ, ഈ ദൈവിക സന്ദേശം ഇന്ന് ഈ മണിക്കൂറിൽ തന്നെ പ്രഘോഷിക്കപ്പെടേണ്ടതുണ്ട്. ഞങ്ങൾക്ക് അതിനുള്ള വഴി തുറന്നു തരുവാൻ ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. അങ്ങയുടെ സന്ദേശം പ്രഘോഷിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ്. എന്നാൽ അങ്ങയുടെ അഭിലാഷങ്ങൾ നിറവേറ്റുവാനുള്ള ശക്തിയും ധൈര്യവും അതിനുള്ള സാധ്യതകളും ഞങ്ങൾക്ക് തരണമേ. എന്റെ വസൂല, ഞാൻ നിന്നെ പരിത്യജിക്കുമെന്നാണോ നീ കരുതുന്നത്? അങ്ങനെയല്ല കർത്താവെ, തുടർന്ന് പ്രവർത്തിക്കുവാൻ എനിക്ക് അങ്ങയുടെ ശക്തി അത്യാവശ്യമാണ്. നിന്നെ നിയോഗിച്ചിരിക്കുന്ന ദൗത്യങ്ങളെല്ലാം നിറവേറ്റുന്നതിനാവശ്യമായ ശക്തി നിനക്ക് ലഭിക്കും. 6-12-1987 വസൂല, എഴുതുക. നീ എന്റെ കുരിശിന്റെ വഴികളിലെ 14 സ്ഥലങ്ങളെയും ആദരിക്കണമെന്ന് കർത്താവായ ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ മാതാവിനോടുള്ള ബഹുമാന സൂചനയായി ഒരു മെഴുകുതിരി കത്തിക്കുക. അതിനുശേഷം മെഴുകുതിരി പിടിച്ചുകൊണ്ട് എന്നെ ആദരിക്കുന്നതിന് എന്റെ കുരിശിന്റെ വഴിയിലെ 14 സ്ഥലങ്ങളിലും നീ മുട്ടുകുത്തുക. കർത്താവെ, അങ്ങയുടെ പദ്ധതികൾ അങ്ങ് വിഭാവനം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. കർത്താവായ യേശുവെ, അങ്ങയെ ബഹുമാനിക്കാനുള്ള വഴി ഞങ്ങൾക്ക് തുറന്നു തരണമേ. ഞാൻ നിനക്ക് പാത തുറന്നു തരാം. എന്നിൽ ആശ്രയിക്കുക, ഞാൻ നിന്നെ നയിക്കാം. വസൂല, ഈ ദൗത്യം പൂർത്തീകരിച്ചു കഴിയുമ്പോൾ രണ്ടാമത്തെ ദൗത്യം ആസന്നമായിരിക്കുന്നെന്ന് ഞാൻ നിന്നെ ഓർമ്മിപ്പിക്കും. നിനക്കുള്ള സമാശ്വാസം നീ ഇനിമേൽ അന്വേഷിക്കരുതെന്ന് ഞാൻ നിന്നെ ഓർമ്മിപ്പിക്കും.
എന്റെ ദൈവമേ, ഞങ്ങൾ എല്ലാവരെയും കുറിച്ചാണോ അങ്ങ് സംസാരിക്കുന്നത്? അല്ല വസൂല, ഞാൻ നിന്നോടാണ് സംസാരിക്കുന്നത്. എന്റെ മുഖത്തേക്ക് നോക്കുക. എന്റെ ശക്തമായ കരം നിന്റെ മേൽ നീ അനുഭവിച്ചറിയുന്നതിനുള്ള തുടക്കമായിരിക്കും ഈ സംഭവമെന്ന് ഞാൻ നിന്നെ ഓർമ്മിപ്പിക്കും. എന്റെ ദൈവീക നിർദ്ദേശങ്ങൾ നിന്നിലേക്ക് ഒഴുകിയെത്തും. എന്നെ ബഹുമാനിച്ചുകൊണ്ട്, എന്നോട് വിശ്വസ്തയായിരുന്നു കൊണ്ട്, എന്നെ ശുശ്രൂഷിക്കുവാൻ സന്നദ്ധയായിക്കൊണ്ട് നീ എന്നെ അനുസരിക്കുന്നവളായിരിക്കണം. ഞാൻ നിന്നെ ഉപയോഗിക്കും. എന്റെ ലക്ഷ്യം നേടുന്നതുവരെ നിന്നെ ഉപയോഗപ്പെടുത്തും. കുഞ്ഞെ, നീ എന്റെ എഴുത്തു പലകയാണ്. എന്റെ കുഞ്ഞാടുകളെ പത്രോസിന്റെ പക്കൽ തിരിച്ചെത്തിക്കുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. എന്റെ ദൈവമായ കർത്താവെ, കഴിഞ്ഞൊരു വർഷത്തിലധികമായി ഒരു എഴുത്തു പലകയെ പോലെ ഞാൻ അങ്ങയോട് കൂടിയായിരുന്നു. ഓരോ ദിവസവും അങ്ങ് എന്നിലൂടെ സന്ദേശം എഴുതിച്ചുകൊണ്ട് എന്നെ ഉപയോഗിച്ചു. ഇപ്രകാരം ഞാൻ അങ്ങയോട് കൂടുതൽ അടുത്തായിരിക്കുവാൻ സാധിക്കുന്നതിൽ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങേക്ക് എന്നെ ഉപയോഗിക്കാം. ഞാൻ അങ്ങയോട് വിശ്വസ്തയായിരിക്കും. ഞാൻ അങ്ങയുടെ അടിമയായിരിക്കും. വസൂല, ഞാൻ നിന്നെ വളരെയധികം സ്നേഹിക്കുന്നു. പുരുഷന്റെ വഴിയിലെ നിന്റെ ധ്യാനത്തിന് ശേഷം നീ എന്റെ പാദങ്ങൾ ചുംബിക്കുമോ? കർത്താവേ, ഞാൻ അങ്ങയുടെ പാദങ്ങൾ ചുംബിക്കും. വരൂ, എന്റെ സാന്നിധ്യം വിസ്മരിക്കരുത്. ഈ ദിവസങ്ങളിൽ നീ എന്നെ അവഗണിക്കുന്നതായി തോന്നുന്നു. എന്റെ ദൈവമേ, എല്ലാ കാര്യങ്ങളും വേണ്ട വിധം ചെയ്യുവാനുള്ള ശക്തി നീ എനിക്ക് നൽകണമേ. അങ്ങേക്കറിയാവുന്നതുപോലെ അങ്ങേ പ്രസാദിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ എന്റെ കഴിവ് വളരെ പരിമിതമാണ്. അങ്ങ് എന്നോട് ക്ഷമിക്കാമോ? വസൂല, ഞാൻ നിന്നെ വളരെയധികം സ്നേഹിക്കുന്നു. ഞാൻ നിന്നോട് ക്ഷമിക്കുന്നു. നീ കാണുന്നത് എഴുതിയെടുക്കുക. ഞാൻ യേശുവിനെ ഈ ദിവസങ്ങളിൽ അവഗണിക്കുന്നുണ്ടായിരുന്നെന്ന് യേശു പറഞ്ഞപ്പോൾ അവിടുത്തെ മുഖത്ത് ദുഃഖവും ഗൗരവവും നിഴലിച്ചിരുന്നു. എന്നോട് ക്ഷമിക്കണമേ എന്ന് ഞാൻ അവിടുത്തോട് പറഞ്ഞപ്പോൾ മനോഹരമായ പുഞ്ചിരി അവിടുത്തെ മുഖത്ത് തെളിഞ്ഞു. അവിടുത്തെ മുഖത്തെ നുണക്കുഴികൾ എനിക്ക് കാണാമായിരുന്നു. എനിക്ക് അവിടുത്തെ ആശ്ലേഷത്തിന് സാധിക്കുന്ന വിധം അവിടുത്തെ കരങ്ങൾ വിരിച്ചു പിടിച്ചു. തെല്ലും മടി കൂടാതെ പാപമോചനം നൽകപ്പെടുന്നു. എപ്രകാരമാണ് ഞാൻ ക്ഷമിക്കുന്നതെന്ന് നിനക്ക് എന്റെ മക്കളോട് പറയുവാൻ കഴിയേണ്ടതിന് എന്നെ പൂർണ്ണമായി വിവേചിച്ചറിയുവാൻ ഞാൻ നിന്നെ ഇടയാക്കി. ഒരു അധ്യാപകനെ പോലെ യേശു അവിടുത്തെ ചൂണ്ടുവിരൽ കൊണ്ട് ഒരടയാളം കാണിച്ചു. 7/12/1987. ഞാൻ നിന്നെ ആചാരവിരുദ്ധമായ അസാധാരണ വഴികളിലൂടെ നയിക്കും. ഞാൻ ദൈവമാണ്. ഏത് വഴിയാണെന്ന് ഞാൻ തിരഞ്ഞെടുക്കും. മണിക്കൂറുകൾ അതിവേഗം പറന്നകലുന്നു. സമയം ആസന്നമായിരിക്കുന്നു. വസൂല, ഞാൻ ആഗ്രഹിക്കുന്ന വിധം ഞാൻ നിന്നെ നയിക്കും. 8/12/1987. എന്താണ് സംഭവിക്കാനിരിക്കുന്നതെന്ന് ചിന്തിച്ചപ്പോൾ ഞാൻ ഭയപ്പെടുവാൻ തുടങ്ങി. എന്റെ വലിയ ബലഹീനത എന്നിൽ പ്രകടമായ നിമിഷങ്ങളായിരുന്നു അവ. ഞാൻ വളരെയധികം അസ്വസ്ഥയായി. എന്റെ ദൈവമേ, ഏതൊരു സാധാരണ മനുഷ്യനെ പോലെയും സാധാരണമായ രീതിയിൽ എനിക്ക് അങ്ങയെ സ്നേഹിക്കുവാൻ കഴിയുകയില്ലേ? പ്രിയപ്പെട്ട ദൈവമേ, ഇത്തരം അസാധാരണ രീതിയിലല്ലാതെ സാധാരണ രീതിയിൽ എന്നെ നയിക്കുവാൻ സാധിക്കുകയില്ലേ? ഓ ദൈവമേ, എനിക്ക് വളരെയേറെ ഉത്തരവാദിത്തമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. ഇത്രയധികം കൃപകൾ അങ്ങ് എന്റെ മേൽ വർഷിച്ചിട്ടും ഞാൻ എപ്പോഴും നികൃഷ്ടയും പാപിയും ദുഷ്ടയും ആണെന്നറിയുന്നത് വളരെ വലിയ വേദന ഉളവാക്കുന്നതാണ്. കർത്താവെ, അങ്ങ് എന്തുകൊണ്ടാണ് എന്നെ ഇപ്പോഴും അങ്ങയുടെ ശുശ്രൂഷയിൽ നിലനിർത്തിയിരിക്കുന്നത്? എനിക്ക് അങ്ങയെ ഒട്ടും അഭിമുഖീകരിക്കുവാൻ കഴിയുന്നില്ല. അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യുവാനുള്ള യോഗ്യത എനിക്കില്ല. ഞാൻ എന്റേതായ ഏതെങ്കിലും മൂലയിലേക്ക് പോകട്ടെ. എന്നെ അങ്ങയുടെ ഇത്രയും സമീപത്ത് നിർത്തരുതേ. എന്തുകൊണ്ട്? എന്റെ ദൈവമേ, മറ്റുള്ളവരെ പോലെ സാധാരണ രീതിയിൽ ഞാൻ അങ്ങയെ അനുഗമിക്കുകയും സ്നേഹിക്കുകയും ചെയ്യാം. പ്രിയപ്പെട്ടവളെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എന്റെ വാക്കുകളാൽ യേശുവിന് മുറിവേറ്റുവെന്ന് എനിക്ക് മനസ്സിലായി. എനിക്കും സങ്കടമായി. ഓ യേശുവെ, ഞാൻ അങ്ങയെ മുറിപ്പെടുത്തിയല്ലോ. എന്നെ പോകുവാൻ അനുവദിക്കുക. എന്റെ ദുരിതാവസ്ഥയിൽ ഞാൻ കഴിയട്ടെ. എന്നാൽ അങ്ങയെ സ്നേഹിക്കുന്നതും ആദരിക്കുന്നതും ഞാൻ അവസാനിപ്പിക്കുകയില്ല. എനിക്ക് ഉറങ്ങുവാൻ പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഉറങ്ങിക്കൊണ്ട് സങ്കടം മാറ്റാമെന്ന് ആഗ്രഹിച്ചു. കാത്തിരിക്കൂ. കർത്താവെ, ഇതെല്ലാം എന്റെ ഗ്രഹണശേഷിക്ക് അതീതമാണ്.
ഇതെല്ലാം എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. ഇനി ഇതൊരിക്കലും നിന്റെ ഗ്രഹണശേഷിക്ക് അതീതമായിരിക്കുകയില്ല. പ്രിയപ്പെട്ടവളെ, എന്റെ മുറിവുകളിൽ 5 മലർക്കെ തുറന്നിരിക്കുന്നു. യേശു എത്രയധികം സഹിക്കുന്നുണ്ടെന്ന് എന്നെ കാണിച്ചു തന്നു. എന്റെ രക്തം ധാരധാരയായി വാർന്നൊഴുകിക്കൊണ്ടിരിക്കുന്നു. നിന്റെ ദൈവം കഠിനമായ വേദന സഹിച്ചുകൊണ്ടിരിക്കുന്നു. നീ എന്റെ ശരീരമായ സഭയെ മഹത്വപ്പെടുത്തുകയില്ലേ? എന്റെ സൃഷ്ടികൾ എനിക്ക് എത്രമാത്രം ദുഃഖം വരുത്തി വെക്കുന്നുണ്ടെന്ന് നീ അറിയേണ്ടതിന് എന്റെ 5 മുറിവുകളും നിനക്ക് കാണുന്നതിന് വേണ്ടി മലക്ക് തുറന്നിരിക്കുന്നു. നിങ്ങൾക്ക് ബലഹീനതയുണ്ടെങ്കിലും, പരാജയങ്ങളുണ്ടെങ്കിലും, സംശയങ്ങളുണ്ടെങ്കിലും, അകൃത്യങ്ങളുണ്ടെങ്കിലും, നിങ്ങളെന്നെ തള്ളിപ്പറയുന്നുണ്ടെങ്കിലും, എന്റെ ശരീരമായ സഭയോട് നിങ്ങൾക്ക് ആത്മാർത്ഥതയില്ലെങ്കിലും, ഞാൻ നിങ്ങളെല്ലാവരെയും സ്നേഹിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? എന്റെ നേർക്ക് എന്തുകൊണ്ടാണ് എന്നേക്കും നിങ്ങളുടെ കണ്ണുകൾ അടച്ചിരിക്കുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങളിൽ അനേകർ എന്നെ പരിത്യജിക്കുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ വഴിമാറി നടക്കുന്നത്? എന്തുകൊണ്ടാണ് അവർ എന്റെ പൂന്തോട്ടമായ സഭയെ അവഗണിച്ചിരിക്കുന്നത്? എന്തുകൊണ്ടാണ് എന്റെ പുഷ്പങ്ങൾക്ക് നിങ്ങൾ വെള്ളമൊഴിക്കാത്തത്? എന്തുകൊണ്ട്? പത്രോസേ, എവിടെയാണ് എന്റെ കുഞ്ഞാടുകൾ? അവയെ കണ്ടെത്തി ഐക്യപ്പെടുത്തുവാൻ നീ എന്നെ സഹായിക്കുമോ? വരൂ, അവയെ കണ്ടുപിടിക്കുവാൻ ഞാൻ നിന്നെ സഹായിക്കാം. ഞാൻ അവയ്ക്ക് ഭക്ഷണം കൊണ്ടുവരികയും അവയെ പരിപോഷിപ്പിക്കുകയും ചെയ്യും. പത്രോസേ, ഇല്ല, ഈ ഊഷരഭൂമിയിൽ നീ യാതൊന്നിനെയും കണ്ടെത്തുകയില്ല. യാതൊന്നും അവശേഷിച്ചിട്ടില്ല. അവശേഷിച്ചിരുന്നത് ഇപ്പോൾ ഉണങ്ങിക്കരിഞ്ഞിരിക്കുന്നു. കണ്ണെത്തും ദൂരത്തോളം യാതൊന്നിനെയും കാണുവാനില്ല. എവിടെയും ഊഷരഭൂമി മാത്രം. എന്നാൽ കർത്താവായ ഞാൻ എന്റെ കലവറയിൽ നിന്ന് എന്റെ അപ്പം എടുത്തുകൊണ്ടുവന്ന് നിന്റെ കലവറയെ എന്റെ വിഭവങ്ങളാൽ നിറയ്ക്കും. എന്റെ ആടുകളെ ഞാൻ തന്നെ മേയിക്കും. ഈ മരുഭൂമിയെ ഞാൻ ജലസേചിതമാക്കും. പ്രിയപ്പെട്ടവളെ, എന്നിൽ വിശ്വാസമർപ്പിക്കുക, എന്നെ വിശ്വസിക്കുക. ഞാൻ നിങ്ങളെല്ലാവരെയും വീണ്ടും ഐക്യപ്പെടുത്തും. എന്റെ വസൂല ഞാൻ നിങ്ങളെ ഒരുമിപ്പിക്കും. പുഷ്പമേ, നിന്നെ അവരാരും ചവിട്ടി നശിപ്പിക്കുവാൻ ഞാൻ അനുവദിക്കുകയില്ല. എന്റെ ശരീരമായ സഭയുടെ മഹത്വത്തിനായി നിന്നെ ഞാൻ ഉപയോഗിക്കുമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ദൈവമായ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എന്റെ ശരീരമായ സഭയോട് നിങ്ങൾക്ക് ആത്മാർത്ഥതയില്ലെങ്കിലും എന്ന് യേശു സന്ദേശത്തിൽ പറഞ്ഞത് എക്യുമെനിക്കൽ പ്രസ്ഥാനത്തിൽ സഭകളുടെ ഐക്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവരുടെ ആത്മാർത്ഥതയില്ലായ്മയെ സൂചിപ്പിക്കുവാനാണ്. സമ്മേളനത്തിൽ സംബന്ധിക്കുന്ന ഒരാൾ മറ്റൊരാൾ എന്തെങ്കിലും കാര്യത്തിന് വിട്ടുവീഴ്ച നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെ ഓരോരുത്തരും മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ഒരുത്തനും തന്റെ കടുംപിടുത്തത്തിൽ നിന്ന് മാറുന്നുമില്ല. കഴിഞ്ഞ രാത്രി കർത്താവ് ഇക്കാര്യം എനിക്ക് ബോധ്യപ്പെടുത്തി തന്നു. നിങ്ങൾ കേട്ടത് ദൈവത്തിലുള്ള യഥാർത്ഥ ജീവിതം പോഡ്കാസ്റ്റ്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടുമ്പോഴേക്കും അവിടുത്തെ കരുണാദ്ര സ്നേഹത്തിൽ ഒരു പടി കൂടെ ആഴപ്പെടാൻ ഇടവരട്ടെ.